അനീഫിക്ക, ഞാൻ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ? അനീഫിക്ക, ഈ പ്രോഗ്രാമിന് വരണം, ഇന്ന് തിരക്കാണോ? അതേടാ ഭയങ്കര തിരക്കാണ്, വീടിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഈ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ തിരക്കാണെന്ന് ചോദിച്ചാൽ തിരക്കാണ്, തിരക്കാണെങ്കിൽ തിരക്കാണെന്ന് പറയാം. പക്ഷെ ഒരു തിരക്കും ഒരാൾക്കും അതിങ്ങനെ ശാശ്വതമായിട്ട് പോകില്ലോ. ഇല്ല, കുറച്ചുണ്ടാകും, കുറച്ച് ചിലപ്പോൾ എത്ര തിരക്കുള്ള ആളും ഒരു തിരക്കില്ലാതെ വരും. അതെ, ബ്രോഡ്വേ പോലും ചില ദിവസങ്ങളിൽ ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. പിന്നെ ആളെ കാര്യം അങ്ങനെ കുറേ. പിന്നെ ഈ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സൈനുദ്ദീനുമായിട്ടാണ് കൂടുതലുള്ള, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ സൈനുദ്ദീനാണ്. സൈനുക്ക വേറൊരു ലെവലാണ്. കാരണം സഡൻ ഞാൻ മനസ്സിലാക്കി. ഞാൻ സൈനുക്കാനെ കുറിച്ച് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സൈനുക്ക തുടങ്ങിയ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ട്രൂപ്പിലൊരു 7 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈനുക്ക ഞാൻ സംസാരിക്കുമ്പോൾ അപ്പോൾ കാണാൻ കൊതിയാണല്ലോ, ഇങ്ങനെ വരും ഇടയ്ക്ക്, ഇങ്ങനെ മുറുക്കൊക്കെ ഉണ്ട്. നമ്മുടെ പുല്ലപ്പടിയിലുള്ള ഓഫീസിലാണ് വരുന്നത്. അന്ന് മണിച്ചേട്ടനുണ്ട്, മണിച്ചേട്ടനും ശിവദാസേട്ടൻ ഓഫീസ് സെക്രട്ടറി. സൈനുക്ക സഡനാണ് തമാശ, നമുക്കത്ര ഓർമ്മ കിട്ടില്ല, അത്ര അങ്ങ് പെട്ടെന്ന് പറയാൻ കഴിയില്ല. സൈനുക്ക പെട്ടെന്ന് അങ്ങ് പറയും. സൈനുദ്ദീൻ്റെ ഭയങ്കര എനിക്ക് ചിരി വന്നൊരു സമസ്യയിൽ, സൈനുദ്ദീൻ്റെ വീട് എൻ്റെ വീടും തമ്മിലൊരു 3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ഇവനെ കാണണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊന്ന് വൈകുന്നേരം കാണാം, ഞാൻ ഇവിടുന്ന് എനിക്കതൊരു BSC സൈക്കിളിൻ്റെ ഒരു നീല വണ്ടി. ഓക്കെ, അന്നതൊരു യമഹയാണത്. ആ കാലത്ത് സൈക്കിൾ ചവിട്ടി വെട്ടി വേർത്ത് സൈനുദ്ദീനെ വീട്ടിൽ ചെല്ലും. അപ്പോൾ ഫ്രണ്ടിൽ ഒരു അരമതിൽ പോലെ കോലായി അവിടെ ഇങ്ങനെ കിടപ്പുണ്ടാവും, കുടുകൈ കുത്തിയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ ചെന്ന് വേർത്ത്, ചെന്ന് ഇടത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ. എടാ ഞാൻ ഇവിടെ ഒരു പൊസിഷനിൽ കിടക്കണില്ല, നീ പോയി എടുത്തു കുടിക്കുന്നു. ഒരു പൊസിഷനിൽ സുഖിച്ച് കിടക്കുക, ഇങ്ങനെ എഴുന്നേറ്റ്, അതൊക്കെ വലിയ പണിയാണ്. നീ വെള്ളമൊക്കെ കൊടുക്കുക. ഞാൻ പറയുന്നത്, നീ ഒന്ന് അടുക്കള നീ എടുത്തു കുടിച്ചോടാ, എന്നാലും എഴുന്നേക്കില്ല. പക്ഷേ ഒരു വല്ലാത്ത ഓർമ്മകളുണ്ട്. അപ്പം ഒരിക്കൽ അമ്പിളി ചേട്ടൻ, ചേട്ടൻ പറയണ്ടായിരുന്നു, സൈനുദ്ദീൻ പറയുന്ന പല കോമഡികളും സുഹൃത്ത് സദസ്സുകളിലേക്ക് വേണ്ടിയുള്ള കോമഡികൾ പറയുമ്പോൾ അത് ആ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും. സൈനുദ്ദീനത്തെ വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് സൈനുദ്ദീൻ പറയുന്ന കോമഡി, സൈനുദ്ദീൻ്റെ ഏത് രീതിയിൽ പറഞ്ഞ് എന്താ പറഞ്ഞാൽ നമുക്ക് രണ്ടാമത് ചോദിക്കണ്ട, അത് മനസ്സിലാവും. പക്ഷെ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ലെജിബിലിറ്റി ഉണ്ട്, വ്യക്തമായ. അതങ്ങനെയല്ലോ, എന്ത് വിറ്റാലും നമ്മളത് അത് ആക്ടിങ്ങിൻ്റെ ആ ക്യാരക്ടർ വിടാതെ പറയണമെങ്കിൽ പോലും അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക്. അതെ, ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് സൈനുദ്ദീൻ തുലവും കുറവായിരുന്നു. കാരണം കുറവിൻ്റെ അല്ല, സൈനുദ്ദീൻ അടിക്കുന്ന വിറ്റുകൾ സൈനുദ്ദീൻ സ്റ്റൈലാണ്. അതെ, അത് ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊന്നും ചേർക്കാനും പിടിക്കാനുമില്ല. മറ്റേ സിനിമയിൽ തന്നെ നടന്നു വരുന്നു. ഇതോടെ പോയി ചെറിയൊരു മോർണിംഗ് വാക്ക്. അല്ല, സാധാരണക്കാർ വൈകുന്നേരം അല്ലേ നടക്കാനൊക്കെ പോണേ, അതൊക്കെ സാധാരണക്കാരുന്ന്. അതുപോലെ ഏതൊരു സിനിമ 7:30 പൊന്നാങ്ങളിലാണെന്ന്, പിന്നെ ബസ്സിൻ്റെ മുകളിൽ പുള്ളി സാധനം കിട്ടിക്കും, ബസ് ബ്രേക്ക് വിട്ടിട്ട് ഇറക്കത്തിൽ നേരെ വണ്ടി ഇങ്ങനെ പോയി പുഴയിലോട്ട് വീഴും. പുഴയിലോട്ട് എത്താറാകുമ്പോൾ പുള്ളി ഓടിന്നാലോ ഓടി വരണേ, ഇതൊരു മയ്യത്ത് വരുന്നുണ്ട്. മയ്യത്ത് പുള്ളി മരിച്ചെന്ന് പുള്ളി എന്നങ്ങോട്ട് ഉറപ്പിച്ചു, ഒരു മയ്യത്ത് വരുന്നുണ്ട്. അത് എപ്പോഴും പറഞ്ഞാൽ ചിരിക്കാറ്. പിന്നെ ഒരുപാട് വിറ്റുകളുണ്ട്. ഓക്കെ, നമുക്ക് ഷോലെ അംജദ് ഖാൻ എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നു. അംജദ് ഖാൻ അന്ന് അനുകരിച്ചല്ലോ, അത് ഓർമ്മയുണ്ടോ? ഒരു പ്രാവശ്യം അംജദ് ഖാനെ കേൾക്കാനായിട്ടുള്ളൊരു ആഗ്രഹം. कितने आदमी थे सरदार? 2 आदमी. 2 आदमी. सुअर का बच्चा ഇപ്പോഴാണ് പുള്ളി കാണിക്കുന്നത്. तुम 3 और तुम 3 फिर भी वापस आ गई. काली हा तू क्या समझ कर आया थे को सरदार बहुत खुश हो. अरे ओ सांबा, कितने इनाम रखते हैं सरकार हम पर? सरदार पूरे 50,000. सुनो, पूरे 50,000. ये इनाम इसलिए है, और 50-50 गौर दूर से गांव में बच्चा रात को सो जा नहीं, माँ कहती है सो जा बच्चा, नहीं तो गब्बर सिंह आ जाएगा और 3 हरामजादे ये गब्बर सिंह का नाम पूरा मिट्टी में मिला के. സൂപ്പർ, അടിപൊളി. ഇത് കുറേ ഉണ്ട്, ഒരുപാട് വേദികളിൽ ചെയ്തിട്ടില്ലേ? ഇനി ഞാൻ ഗോവിന്ദൻകുട്ടിയുടെ ശബ്ദം കേൾക്കണം, പക്കയാണ്. ആ ഒരു ഡയലോഗ് എനിക്ക് ഞാൻ അന്ന് കാണിക്കാറുണ്ട്. ആണല്ലേ? പിന്നെ ആദ്യ കാലങ്ങളിൽ കാണിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അന്ന് ചെമ്മീനിലേക്ക് ഡയലോഗാണ്. അന്ന് വേറെ നമുക്ക് ഡയലോഗ് പഠിക്കാൻ വേറെ വഴിയില്ല.
സിനിമ ഒരു തവണ മനോജിനൊക്കെ ആ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ പോകുന്നുണ്ട് അല്ലേ? അത് നമ്മൾ അന്ന് ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ഒരു രൂപ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ കാണുമ്പോൾ കിട്ടിയാൽ കിട്ടി, അതെ, പിന്നെ കിട്ടാൻ വേറെ വഴിയില്ല. ഇല്ല, ഒരു മാർഗ്ഗമില്ല. ഇന്നിപ്പോൾ മൊബൈൽ അടിച്ചാൽ ഏത് സിനിമയും കിട്ടും നമുക്ക്, എങ്ങനെ വേണം. അന്ന് നമ്മൾ പഠിച്ച ഇപ്പോൾ മധു സാറിൻ്റെ ആയാലും സത്യൻ്റെയൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ള തന്നെയാണ്. ആ ഒരു കരിനിഴലുള്ള സീനെല്ലാം ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സത്യൻ്റെ കാണിക്കാൻ. എന്നാൽ ആ ഗോവിന്ദൻകുട്ടിയുടെ കുഞ്ഞു ശബ്ദം നിർത്തി എനിക്ക് കേൾക്കാൻ വേണ്ടി എനിക്ക് ആ രൂപം ഓർമ്മ ചുണ്ടും കണ്ണും. എൻ്റെ പേര് ഗോവിന്ദൻകുട്ടി, ഞാൻ പറയുന്നത് പകട്ട ഈ 6-12 ഭയങ്കര